PSC ക്രൗണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ LP-UPയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ LP-UPയുടെ പരീക്ഷ നടക്കാനായിട്ട് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ദിവസങ്ങളില്ല, 2 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ആ ഒരു 2 ദിവസത്തേക്ക് നമുക്ക് പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ വേണ്ടി സൈക്കോളജിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്, മലയാളം, സൈക്കോളജി, പെഡഗോഗി എന്നിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ഉണ്ട്. അതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ച് നോക്കണമെന്നുണ്ടെങ്കിലോ അതിനെക്കുറിച്ച് കൂടുതൽ ഒന്ന് ഓടിച്ച് നോക്കി പോകാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ ഹായ് അയച്ച് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ സെറ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം കേട്ടോ. സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻ സെറ്റാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മൊത്തം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: താഴെ പറയുന്ന കൂട്ടങ്ങളിൽ ഓരോ വിചാര മാതൃകയിൽ പെടുന്ന മനഃശാസ്ത്രജ്ഞൻ ആരാ? അപ്പോൾ താഴെ പറയുന്ന കൂട്ടങ്ങളിൽ ഒരേ വിചാര മാതൃകയിൽ പെടുന്ന മനഃശാസ്ത്രജ്ഞൻ ആര് എന്നാണ് ചോദിച്ചേക്കുന്നത്. ആരാണ്? റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി, പിയാഷെ, ബ്രൂണർ, വൈറ്റ്ഗോസ്കി ആണ് കേട്ടോ വരുന്നത്. LP സ്കൂൾ അസിസ്റ്റൻറ്റ് 2017 ക്വസ്റ്റ്യൻ ആണ് ഇത്. അടുത്ത ചോദ്യം: വ്യവഹാരവാദവുമായി ബന്ധപ്പെട്ട് പഠനം ഒരു പ്രചോദന പ്രതികരണ പ്രക്രിയയാണെന്ന് പ്രസ്താവിക്കുമ്പോൾ ഏത് ശാസ്ത്രജ്ഞൻ്റെ പരീക്ഷണമാണ് തിരഞ്ഞെടുത്തത്? അപ്പോൾ വ്യവഹാരവാദവുമായി ബന്ധപ്പെട്ട് പഠനം ഒരു പ്രചോദന പ്രതികരണ പ്രക്രിയയാണെന്ന് പ്രസ്താവിക്കുമ്പോൾ ഏത് ശാസ്ത്രജ്ഞൻ്റെ പരീക്ഷണമാണ് തിരഞ്ഞെടുത്തതെന്നാണ് ചോദ്യം. ഏതാണ്? പാവ്ലോവാണ്. ഒരു കാർഡിൻ്റെ ഒരു വശത്ത് മാമ്പഴത്തിൻ്റെ ചിത്രവും മറുവശത്ത് മാംഗോ എന്നും എഴുതി ഒരു പഠന ഉപകരണം ടീച്ചർ ക്ലാസ്സിൽ ഉപയോഗിക്കുന്നു. ഈ പഠന ഉപകരണം ഏത് പഠന സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയതാണ്? ഏത് പഠന സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയതാണ്? അനുബന്ധന സിദ്ധാന്തം. ഏതാണ്? അനുബന്ധന സിദ്ധാന്തം എന്താണ്? റൈറ്റ് ആൻസർ LP സ്കൂൾ അസിസ്റ്റൻറ്റ് 2020 ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. അടുത്ത ചോദ്യം: വ്യവഹാരവാദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠന നിയമങ്ങളിൽ ഉൾപ്പെടാത്ത നിയമം ഏതാണ്? വ്യവഹാരവാദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠന നിയമങ്ങളിൽ ഉൾപ്പെടാത്ത നിയമം ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ സി, കായിക നിയമമാണ്. വ്യവഹാരവാദവും ബന്ധപ്പെട്ട പഠനങ്ങളിൽ ഉൾപ്പെടുന്ന നിയമങ്ങളാണ് ഏതൊക്കെ? ഫല നിയമം, കായിക നിയമം, അഭ്യാസ നിയമം. ഉൾപ്പെടാത്തതാണ് ഏത്? കായിക നിയമം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം: ശ്രമപരാജയ പഠന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട 3 നിയമങ്ങൾ ഏതൊക്കെ? ശ്രമപരാജയ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട 3 നിയമങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതൊക്കെയാണ്? സന്നദ്ധ നിയമം, ഫല നിയമം, അഭ്യാസ നിയമം. അങ്ങനെ 3 നിയമങ്ങളാണ് ശ്രമപരാജയ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ളത്. അടുത്ത ചോദ്യം: ഒരു ചോദകത്തിൻ്റെ സാന്നിധ്യ പ്രതികരണത്തിൻ്റെ ആവർത്തി കൂട്ടുന്നുവെങ്കിൽ അത് എന്താണ്? ഒരു ചോദകത്തിൻ്റെ സാന്നിധ്യം പ്രതികരണത്തിൻ്റെ ആവർത്തി കൂട്ടുന്നുവെങ്കിൽ അത് ഏത് പ്രബലനമാണ്? അത് ധനപ്രബലനമാണ്. ഏത് പ്രബലനമാണ്? ധനപ്രബലനമാണ്. ഇനി പരിക്രമീകൃത ബോധനം രൂപപ്പെടുത്തിയത് ഏതു പഠന സിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്? പരിക്രമീകൃത ബോധനം രൂപപ്പെടുത്തിയത് ഏതു പഠന സിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തി എന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ്? ഓപ്പൺ കണ്ടീഷനിങ് ആണ് അതിൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഒരു ചാനൽ കാണുന്ന കൂട്ടുകാരനെയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അടുത്ത ചോദ്യം: പഠനത്തിന് സാമൂഹികമായ ഇടപെടലിൻ്റെ പ്രാധാന്യം നൽകിയ മനഃശാസ്ത്രജ്ഞൻ ആണല്ലോ വൈറ്റ്ഗോസ്കി. ആ വ്യക്തിക്ക് പഠനത്തിൽ സ്വന്തമായി എത്തിച്ചേരുവാൻ പറ്റുന്ന നിലയും മറ്റുള്ളവരുടെ സഹായത്തോടെ എത്തിച്ചേരാൻ പറ്റുന്ന ഉയർന്ന നിലയുമുണ്ട്. ഈ 2 നിലകൾക്കിടയിലുള്ള മണ്ഡലത്തെ എന്തെന്ന് പറയുന്നു? എന്താണത്? സമീപസ്ഥ വികസന മണ്ഡലമാണിത്. ഇനി ശിശു നിലവിലുള്ള വികസന നിലയിൽ നിന്നും ഉയർന്ന് കൂടുതൽ മെച്ചപ്പെട്ട മറ്റൊരു വികസന നിലയിലേക്ക് പ്രവേശിക്കുന്നതാണ് ഏത്? ഈ സമീപസ്ഥ വികസന മണ്ഡലം എന്നുകൊണ്ടും ഉദ്ദേശിക്കുന്നത്. സമീപസ്ഥ വികസന മണ്ഡലം എന്ന ആശയം രൂപപ്പെടുത്തുന്ന ആരാണ്? വൈറ്റ്ഗോസ്കിയാണ് സമീപസ്ഥ വികസന മണ്ഡലം എന്നൊരു ആശയം രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഇനി പഠനവേളയിൽ ടീച്ചർ ഓരോ കുട്ടിയുടെയും നിലവാരത്തിനനുസരിച്ച് സഹായങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ എന്നിവ നൽകുന്നതിനെ എങ്ങനെ വിശദീകരിക്കാം? അപ്പോൾ പഠനവേളയിൽ ടീച്ചർ ഓരോ കുട്ടിയുടെയും നിലവാരത്തിനനുസരിച്ച് സഹായങ്ങൾ നൽകുന്നതിന് നമുക്ക് എങ്ങനെ പറയാം? കൈത്താങ്ങൽ നൽകൽ എന്ന് പറയാം അല്ലേ? അടുത്ത ചോദ്യം: താഴെ പറയുന്നവയിൽ സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദവുമായി ബന്ധമില്ലാത്ത പഠനം ഏത്? താഴെ പറയുന്നവയിൽ സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദവുമായി ബന്ധമില്ലാത്ത പഠനം ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ്? ഏകവ്യക്തി പഠനമാണ്. ഏതാണ്? ഏകവ്യക്തി പഠനമാണ്. അടുത്ത ചോദ്യം: അധ്യാപക ക്ലാസ്സിൽ നൽകിയ ഗണിത പസിൽ സ്വയം ഉത്തരം കണ്ടെത്തുവാൻ ആതിരയ്ക്ക് കഴിഞ്ഞില്ല. അധ്യാപിക ചില സൂചനകൾ നൽകുകയും വിശദീകരണം നൽകിയപ്പോഴാണ് ആതിരയ്ക്ക് സ്വയം ഉത്തരം കണ്ടെത്തിയത്. ഇതിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് മനഃശാസ്ത്ര ആശയവുമായി ബന്ധപ്പെടുത്താം? ഏത് മനഃശാസ്ത്ര ആശയവുമായിട്ടാണ് നമ്മളിതിനെ ബന്ധപ്പെടുന്നത്? ഓപ്ഷൻ ബി, സമീപസ്ഥ വികസന മണ്ഡലമാണ് അതിൻ്റെ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം: സാമൂഹ്യജ്ഞാന നിർമ്മിതിവാദത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത്? സാമൂഹ്യജ്ഞാന നിർമ്മിതിവാദത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? വൈറ്റ്ഗോസ്കി. അടുത്ത ചോദ്യം: സാമൂഹ്യ പഠനം എന്ന സിദ്ധാന്തം ആവിഷ്കരിച്ച മനഃശാസ്ത്രജ്ഞൻ? സാമൂഹ്യ പഠന സിദ്ധാന്തം ആവിഷ്കരിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ്? ആൽബർട്ട് ബന്ദൂരയാണ് സാമൂഹ്യ പഠനം എന്ന സിദ്ധാന്തം ആവിഷ്കരിച്ച മനഃശാസ്ത്രജ്ഞൻ.
ക്ലാസ് റൂം ബോധനത്തിൽ ഏറെ പ്രയോജനപ്പെടുത്തുന്ന ആശയഭൂപടം എന്ന സാങ്കേതികം വികസിപ്പിച്ചെടുത്തതിന് നേതൃത്വം നൽകിയത്. അപ്പോൾ ക്ലാസ് റൂം ബോധനത്തിന് ഏറെ പ്രയോജനപ്പെടുത്തുന്ന ആശയഭൂപടം എന്ന സങ്കേതം വികസിപ്പിച്ചെടുത്ത് നേതൃത്വം നൽകിയത് ആരാണ്? ജോസഫ് ഡി നോവക്കാണ് ഈ ക്ലാസ് റൂം ബോധനത്തിന് ഏറെ പ്രയോജനപ്പെടുത്തുന്ന ആശയഭൂപടം അല്ലെങ്കിൽ കോൺസെപ്റ്റ് മാപ്പ് എന്ന ഇത് വികസിപ്പിച്ചെടുത്തത്. മനഃശാസ്ത്രത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ആരാണ്? മനഃശാസ്ത്രത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് വില്യം വൂണ്ടാണ് മനഃശാസ്ത്രത്തിൻ്റെ പിതാവെന്ന് അറിയപ്പെടുന്നത്. ഭാഗങ്ങളുടെ ആകെത്തുകയേക്കാൾ സമഗ്രം ആണ് വലുത്. ഈ പ്രസ്താവനയോട് യോജിക്കുന്ന മനഃശാസ്ത്രവാദം ഏതാണ്? ഗസ്റ്റാൾട്ട് വാദമാണ്. ഭാഗങ്ങളുടെ ആകെത്തുകയേക്കാൾ സമഗ്രതയാണ് വലുത് എന്ന പ്രസ്താവനയോട് യോജിക്കുന്ന മനഃശാസ്ത്രവാദമാണേത്? ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം. ഉദ്ഗ്രഥ സമീപനത്തെ മനഃശാസ്ത്ര അടിത്തറയിൽ പരിഗണിക്കാവുന്ന ചിന്താധാര ഏത് തന്നെയാണ്? ഈ സമഗ്രതാവാദം തന്നെയാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ മഹാത്മാഗാന്ധിയുടെ വാക്യങ്ങൾ ഏത്? താഴെ പറയുന്നവയിൽ മഹാത്മാഗാന്ധിയുടെ വാക്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? വിദ്യാഭ്യാസത്തിൻ്റെ അന്തിമമായ ലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണ്. വിദ്യാഭ്യാസത്തിൻ്റെ അന്തിമമായ ലക്ഷ്യം എന്ന് പറയുന്നത് എന്തെന്നാണ് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ളത്? ആത്മസാക്ഷാത്കാരമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നാം ഇന്നുവരെ കുട്ടികളുടെ മനസ്സിൽ പലതരം അറിവുകൾ കുത്തിച്ചെലുത്തുന്നതിലാണ് നമ്മുടെ ശക്തിയെല്ലാം കേന്ദ്രീകരിച്ചിരുന്നത്. അവരുടെ മനസ്സിനെ പ്രചോദനപരമോ വികസനമോ നൽകണമെന്ന് നാം ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഇങ്ങനെ അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ആര്? ഗാന്ധിജി എന്ന് പറയുന്നത്. അപ്പോൾ നാം ഇന്നുവരെ കുട്ടികളുടെ മനസ്സിൽ പലതരം അറിവുകളും കുത്തിച്ചെലുത്തുന്നതിന് നമ്മുടെ ശക്തിയെല്ലാം കേന്ദ്രീകരിച്ചു. അവരുടെ മനസ്സിന് പ്രചോദനകമായ വികസനമോ നൽകണമെന്ന് നാം ഒരിക്കലും വിചാരിച്ചിട്ടില്ല എന്നിങ്ങനെ അഭിപ്രായപ്പെട്ടത് മഹാത്മാഗാന്ധിയാണ്. ബുദ്ധിയുടെ ജി ഘടകത്തിൻ്റെ സവിശേഷതകളിൽ പെടാത്തതേത്? ബുദ്ധിയുടെ ജി ഘടകത്തിൻ്റെ സവിശേഷതയിൽ പെടാത്തത് ഏതാണ്? പരിസ്ഥിതി നിന്ന് ആർജിക്കലാണ് ജി ഘടകത്തിൽ പെടാത്തതായിട്ട് വരുന്നത്. ബാക്കിയെല്ലാം എന്താണ്? ജന്മസിദ്ധമാണ്. ജിയുടെ പ്രത്യേകത എന്തൊക്കെയാണ്? ജന്മസിദ്ധമാണ്, സ്ഥിരമാണ്, പൊതുവായ മാനശക്തി വിശേഷണമാണ്. ഇതൊക്കെ എന്താണ്? ജിയുടെ ഘടകങ്ങളാണ്. പക്ഷേ പരിസ്ഥിതി നിന്ന് ആർജിക്കപ്പെടുന്നു എന്ന് പറയുന്നത് എന്താണ്? അതൊരിക്കലും ഒരു ജിയുടെ ഘടകമായിട്ട് പരിഗണിക്കപ്പെടുന്നില്ല. ഒരു വ്യക്തി ഗണിതത്തിൽ പ്രകടിപ്പിക്കുന്ന ബുദ്ധി സിദ്ധാന്തവുമായിട്ട് ഏത് ബുദ്ധി സിദ്ധാന്തമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ദ്വിഘടക സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അടുത്ത ചോദ്യം, ജെ.ബി. ഗിൽഫോർഡിൻ്റെ ബുദ്ധിയുടെ ത്രിമാന മാതൃകയുടെ അടിസ്ഥാനത്തിൽ ഉള്ളടക്കം എന്ന വിഭാഗത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ജെ.ബി. ഗിൽഫോർഡിൻ്റെ ബുദ്ധിയുടെ ത്രിമാന മാതൃകയുടെ അടിസ്ഥാനത്തിൽ ഉള്ളടക്കം എന്ന വിഭാഗത്തിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദിക്കുന്നത്. ഏതാണ് ഉൾപ്പെടാത്തത്? ഓപ്ഷൻ സി അർത്ഥപരമാണ് കേട്ടോ. ഏതാണ്? അർത്ഥപരമാണ്. ഇനി വിവർജന ചിന്തനം അതായത് ഡൈവേർജൻറ്റ് തിങ്കിങ് ബുദ്ധിയുടെ ഒരു ഘടകമായി എടുത്തു കാണിച്ച ബുദ്ധി സിദ്ധാന്തം താഴെ പറയുന്നവയിൽ ഏതാണ്? അപ്പോൾ ഡൈവേർജൻറ്റ് തിങ്കിങ് ഏതുമായി ബന്ധപ്പെട്ടതാണ്? ത്രിമുഖ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടതാണ് ഏത്? ഈ ഡൈവേർജൻറ്റ് തിങ്കിങ് എന്ന് പറയുന്നത്. ഇനി ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം രൂപപ്പെടുത്തിയ മനഃശാസ്ത്രജ്ഞൻ. ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം രൂപപ്പെടുത്തിയിട്ടുള്ള മനഃശാസ്ത്രജ്ഞൻ ആരാണ്? ഹവാർഡ് ഗാർഡ്നർ ആണ് ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം രൂപപ്പെടുത്തിയിട്ടുള്ള മനഃശാസ്ത്രജ്ഞൻ. ഇനി ഭാഷാപരമായ ബുദ്ധിയുടെ വളർച്ചയ്ക്ക് ആവശ്യമല്ലാത്ത താഴെ പറയുന്നവയിൽ ഏതാണ്? ഭാഷാപരമായ ബുദ്ധിയുടെ വളർച്ചയ്ക്ക് ആവശ്യമല്ലാത്ത താഴെ പറയുന്നവയിൽ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഗ്രാഫുകളാണ് കേട്ടോ. ആ സമയത്ത് സെമിനാറുകൾ, പ്രഭാഷണങ്ങൾ, അഭിമുഖങ്ങൾ എന്നൊക്കെ പറയുന്നത് എന്താണ്? ഭാഷാപരമായ ബുദ്ധിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ്. ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം അവതരിപ്പിച്ച മനഃശാസ്ത്രജ്ഞൻ താഴെ പറയുന്നവയിൽ ആരാണ്? ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം ആരുടെയാണ്? ഗാർഡ്നറുടെ ആണല്ലേ. ഗാർഡ്നറുടെയാണ് ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം എന്ന് പറയുന്നത്. സ്വന്തം ശക്തി ദൗർബല്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനും കഴിവിൻ്റെ പരമാവധിയിലേക്ക് ഉയരാനും ഒരു വ്യക്തിയെ സഹായിക്കുന്ന ബുദ്ധിയാണ് ഏത്? ആന്തരിക വൈജ്ഞാനിക ബുദ്ധി എന്ന് പറയുന്നത്. സ്വന്തം ശക്തി ദൗർലഭ്യങ്ങൾ എന്ത് ചെയ്യുന്നു? തിരിച്ചറിയാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും കഴിവിൻ്റെ പരമാവധിയിലെത്താനും ആ വ്യക്തിയെ സഹായിക്കുന്ന ബുദ്ധി ഏതാണ്? ആന്തരിക വൈജ്ഞാനിക ബുദ്ധിയാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈകാരിക ബുദ്ധിയുള്ള വ്യക്തികൾക്ക് ഇല്ലാത്ത സവിശേഷത. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ വൈകാരിക വ്യക്തികൾക്ക് ഇല്ലാത്ത സവിശേഷത ഏതാണ്? സ്വന്തം വികാരങ്ങൾക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നു എന്നതാണ് വൈകാരിക ബുദ്ധിയുള്ള വ്യക്തികൾക്ക് ഇല്ലാത്ത പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത്. ഇനി ബുദ്ധി സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് ഹവാർഡ് ഗാർഡ്നർ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് മുന്നോട്ട് വച്ചത്? ബുദ്ധി സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് ഹവാർഡ് ഗാർഡ്നർ താഴെ പറയുന്നവയിൽ ഏതാണ് മുന്നോട്ട് വച്ചതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ്? ശാരീരിക ചലനപരമായിട്ടുള്ള ബുദ്ധിയാണ്. ഏതാണ്? ശാരീരിക ചലനപരം. അതുപോലെ തന്നെ എന്താണ്? ഒരു ആർക്കിടെക്റ്റുമാണ്. ഇവരിൽ കാണപ്പെടുന്ന ബഹുമുഖ ബുദ്ധി ഏതാണ്? ദൃശ്യസ്ഥലപരമായിട്ടുള്ള ബുദ്ധിയാണ് അവരിൽ കാണപ്പെടുന്നത്. താഴെ പറയുന്ന വ്യക്തിയാന്തര ബുദ്ധിയിൽ പെടാത്തത് ഏത്? എന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ്? തന്നെക്കുറിച്ചുള്ള ബോധമാണ് താഴെ പറയുന്ന വ്യക്തിയാന്തര ബുദ്ധിയിൽ പെടാത്തതായിട്ട് വരുന്നത്. തരംതിരിക്കൽ എന്ന പ്രവർത്തനം ബഹുമുഖ ബുദ്ധിയിൽ ഏത് ഘടകത്തെ പരിപോഷിപ്പിക്കുന്നു? ബഹുമുഖ ബുദ്ധിയിൽ ഏത് ഘടകത്തെ പരിപോഷിപ്പിക്കുന്നതാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ്? ഗണിതപരവും യുക്തിപരവുമായിട്ടുള്ള ബുദ്ധിയാണ് തരംതിരിക്കൽ എന്ന പ്രവർത്തനം ബഹുമുഖ. ധാരാളം മനഃശാസ്ത്രജ്ഞർ എഴുതിയിട്ടുണ്ട്. താഴെ പറയുന്ന ഐക്യു ബുദ്ധിയെപ്പറ്റി പ്രതിപാദിക്കുന്ന മനഃശാസ്ത്രജ്ഞനാണ്. ബുദ്ധിയെപ്പറ്റി പ്രതിപാദിച്ചുകൊണ്ട് ധാരാളം മനഃശാസ്ത്രജ്ഞർ എന്ത് ചെയ്തിട്ടുണ്ട്? എഴുതിയിട്ടുണ്ട്. താഴെ പറയുന്ന ഐക്യ ബുദ്ധിയെപ്പറ്റി പ്രതിപാദിച്ച മനഃശാസ്ത്രജ്ഞൻ ആരെന്നാണ് ചോദിച്ചേക്കുന്നത്? ആൽഫ്രഡ് ബീനെയാണ്.
10 വയസ്സുള്ള കുട്ടിയുടെ IQ 98 ആയാൽ മാനസിക വയസ്സ് എത്രയാണ്? 10 വയസ്സുള്ള കുട്ടിയുടെ IQ 98 ആണെങ്കിൽ മാനസിക വയസ്സ് എത്രയായിരിക്കും? 8 ആയിരിക്കും. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബുദ്ധിമാപനത്തിന് ഉപയോഗിക്കുന്ന ഏതാണ്? ഓപ്ഷൻ എ ആണ്. 13 വയസ്സുള്ള റോണിയുടെ മാനസിക വയസ്സ് 8 ആണെങ്കിൽ ബുദ്ധിമാപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ റോണി ഏത് വിഭാഗത്തിൽ പെടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഏതാണ്? മൂഢബുദ്ധിയാണ്. താഴെ തന്നിട്ടുള്ളവയിൽ ആത്മബുദ്ധിമാപനവുമായി ബന്ധമുള്ളത് ഏതെന്ന് വെച്ചാൽ ഏതാണ്? സന്ദർഭാനുസരണം സ്വാഭാവികമായും അയവോടെയും പ്രതികരിക്കാനുള്ള കഴിവ്. ഇനി കാലിക വയസ്സ് മാനസിക വയസ്സിനേക്കാൾ എങ്ങനെയായിരിക്കും? കാലിക വയസ്സ് മാനസിനേക്കാൾ ബുദ്ധിമാപനത്തിന് എന്ത് മാറ്റം സംഭവിക്കുന്നു? ബുദ്ധിമാപനം കുറയുന്നു. പ്രായോഗിക ബുദ്ധിമാപനം പ്രായോഗിക ബുദ്ധിമാപനം ആദ്യമായിട്ട് അവതരിപ്പിച്ച ആരാണ്? ആൽഫ്രഡ് ബിനെറ്റ് ആണ്. 10ാം ക്ലാസ് ലീഡറാണ് വിദ്യ. ക്ലാസ്സിലെ മറ്റു കുട്ടികളുമായി അവർ നല്ല ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്. തീരുമാനമെടുക്കാനുള്ള കഴിവ്, പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള കഴിവ്, സഹകരണ മനോഭാവം, അനുതാപം തുടങ്ങിയ കഴിവ് ലീഡറാണ് വിദ്യ. ക്ലാസ്സിലെ മറ്റു കുട്ടികളുമായി അവൾ നല്ല ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്. തീരുമാനമെടുക്കാനുള്ള കഴിവ്, പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള കഴിവ്, സഹകരണ മനോഭാവം, അനുതാപം എന്നീ കഴിവുകൾ വിദ്യയ്ക്കുണ്ട്. വിദ്യയുടെ ഈ കഴിവുകൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? വൈകാരിക ബുദ്ധിയാണ് സൂചിപ്പിക്കുന്നത്. ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന പ്രശസ്ത കൃതിയുടെ കർത്താവ് ഡാനിയൽ ഗോൾഡ്മാൻ ആണ്. ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന പ്രശസ്ത കൃതിയുടെ കർത്താവ്. വൈകാരിക മാപനം എന്ന ആശയം അവതരിപ്പിച്ചത് ആര്? ഡാനിയൽ ഗോൾഡ്മാൻ തന്നെയാണ് വൈകാരിക മാപനം എന്ന് പറയുന്ന ആശയം അവതരിപ്പിച്ചതും. അപ്പോൾ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന പ്രശസ്ത കൃതിയുടെ കർത്താവാണ് ആര്? ഡാനിയൽ ഗോൾഡ്മാൻ. വൈകാരിക മാപനം എന്ന ആശയം അവതരിപ്പിച്ചതും ആര് തന്നെയാണ്? ഈ ഡാനിയൽ ഗോൾഡ്മാൻ തന്നെയാണ്. വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട് ട്രെയ്റ്റ് തിയറി മുന്നോട്ട് വെച്ചത് ആൽപോർട്ടാണ്. വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട് ട്രെയ്റ്റ് തിയറി മുന്നോട്ട് വെച്ചത്. ഓരോ വ്യക്തിയുടെയും വേർതിരിക്കുന്ന സവിശേഷമായ ഘടകങ്ങളിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സവിശേഷകത്തിൻ്റെ ആൽപോർട്ട് നൽകുന്ന പേരാണ് മുഖ്യ സവിശേഷകങ്ങളെന്ന്. ഓരോ വ്യക്തിയുടെയും വേർതിരിക്കുന്ന സവിശേഷകമായ ഘടകങ്ങളിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സവിശേഷകത്തിൻ്റെ ആൽപോർട്ട് നൽകിയ പേരെന്താണ്? മുഖ്യ സവിശേഷകങ്ങൾ എന്നതാണ്. ശ്രീബുദ്ധനിൽ അഹിംസ താഴെ പറയുന്നവയിൽ എന്തിന് ഉദാഹരണമാണ്? ഏതിനാണ്? മുഖ്യ സവിശേഷകത്തിന് ഉദാഹരണമാണ് ശ്രീബുദ്ധനിലെ അഹിംസ എന്ന് പറയുന്നത്. ഇനി വിഷയങ്ങളെ വേർതിരിച്ച് പഠിക്കുന്നതിന് പകരം പരസ്പരം ബന്ധപ്പെടുത്തി പഠിക്കുന്ന സമീപനമാണ് ഏത്? ഉദ്ഗീത സമീപനം എന്ന് പറയുന്നത്. വിഷയങ്ങളെ വേർതിരിച്ച് പഠിക്കുന്നതിന് പകരം പരസ്പരം ബന്ധപ്പെടുത്തി പഠിക്കുന്ന സമീപനം. ഇനി പഠിതാക്കൾക്ക് അഹംബോധവും അവർ മുമ്പ് പരിചയപ്പെട്ട ആത്മധാരം, ആത്മാഭിമാനം തുടങ്ങിയ ആശയങ്ങളുമായി താരതമ്യം ചെയ്യുന്നതിന് അവസരം നൽകണമെന്നത് ആരുടെ തത്വമാണ്? കാൾ റോജേഴ്സിൻ്റെ തത്വമാണ്. പഠിതാക്കൾക്ക് അഹബോധവും അവർ മുമ്പ് പരിചയപ്പെട്ട ആത്മധാരം, ആത്മാഭിമാനം തുടങ്ങിയ ആശയങ്ങളുമായി താരതമ്യം ചെയ്യുന്നതിന് അവസരം നൽകണമെന്ന് ആരുടെ തത്വമാണ്? കാൾ റോജേഴ്സിൻ്റെ തത്വമാണ്. അഹവും ആദർശാത്മക അഹവും തമ്മിലുള്ള പൊരുത്തക്കേടുകളാണ് വ്യക്തിത്വത്തിലെ വൈകാരികങ്ങൾ കാരണമെന്ന് സിദ്ധാന്തം അവതരിപ്പിച്ച ആരാണ്? കാൾ റോജേഴ്സാണ്. അഹവും ആദേശാത്മക അഹവും, അതായത് സെൽഫും ഐഡിയൽ സെൽഫും തമ്മിലുള്ള പൊരുത്തക്കേടുകളാണ് വ്യക്തിത്വത്തിലെ വൈകാരികമാണെന്ന്. കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പാർക്കിന് ക്വസ്റ്റ്യൻ ബാങ്ക് വേണമെന്നുണ്ടെങ്കിൽ കാണുന്ന സ്ക്രീനിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്ത ക്വസ്റ്റ്യൻ ബാങ്ക് നൽകുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്.